പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ പെരുമൊഴി ഉജ്ജയിനി അമ്മൻ കോവിലിലെ അഗ്നികരകത്തെപ്പറ്റി പറയാം. അവിടെ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന അമ്മൻകുട മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് അഗ്നികരകം ഊരുചുറ്റുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം രാത്രിയിലാണ് അഗ്നികരകം ഇറങ്ങുന്നത്. ഊരുനിവാസികൾ അനുഭവിക്കുന്ന രോഗപീഠകളും കഷ്ടതകളും ദേവി ആവാഹിച്ചെടുത്ത് ദേശവാസികളെ രക്ഷിക്കുന്നു എന്ന സങ്കല്പം ശക്തമാണ്. ഉത്സവത്തിൻ്റെ 5-ാം നാൾ നടക്കുന്ന അഗ്നിപ്രവേശത്തിലൂടെ കഷ്ടതകളെ ചുട്ടരിച്ച് ഭക്തർക്ക് ദേവി ഐശ്വര്യപൂർണത സമ്മാനിക്കുന്നു. തമിഴ് പാരമ്പര്യത്തിൻ്റെ പിൻബലം അമ്മൻ കോവിലിലെ ഓരോ ചടങ്ങിന് പിന്നിലുമുണ്ട്. ദേവി കല്യാണം നടക്കുന്നുവെന്ന സങ്കല്പത്തിലാണ് അമ്മൻകുട മഹോത്സവം കൊണ്ടാടുന്നത്. ഇതോടനുബന്ധിച്ച് പുതുമയാർന്ന പല ചടങ്ങുകളും നടക്കുന്നുണ്ട്. തൃക്കല്യാണ കാൽനാട്ട്, പൊങ്കൽ, കാപ്പുകെട്ട്, കരകം നിറ, കരകം തുള്ളൽ, കരകം ഊരുചുറ്റൽ, അഗ്നികരകം, സത്യകരകം, അഗ്നിപ്രവേശം, കുടിയളയിപ്പ്, മഞ്ഞൾ നീരാട്ട്, ഇങ്ങനെ നിരവധി ചടങ്ങുകൾ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്നു. ദീപാരാധനയ്ക്ക് ശേഷം മംഗലത്തിൽ പുളിവിറക് കത്തിച്ച് ദേവിയെ പൂജിച്ച് അഗ്നികരകം നിറയ്ക്കും. ദേവിയുടെ കോമരമിത് ശിരസിലേറ്റി മാടസ്വാമിയുടെ അകമ്പടിയോടെ ഊരുചുറ്റുന്നു. ദേശഭവനങ്ങളിലെത്തി അനുഗ്രഹം ചൊരിയും. ഒപ്പം പറയെടുപ്പും നടക്കും. മുഖ്യമായും മഞ്ഞൾ പറയാണ് നിറയ്ക്കുന്നത്. നെൽപ്പറയുമുണ്ട്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന കരകം ഊരുചുറ്റൽ ഭക്തി നിർഭരമായ ചടങ്ങാണ്. 200 വർഷത്തിലേറെ പഴക്കമുള്ള അമ്മൻ കോവിലിലെ ചടങ്ങുകൾക്കെല്ലാം ഇപ്പോൾ നേതൃത്വം നൽകുന്നത് 5-ാം തലമുറയിലെ ആളുകളാണ്. ഉത്സവത്തിൽ പങ്കാളിയാകാനും ചടങ്ങുകളിൽ ഭാഗഭാക്കാകാനും തമിഴ്നാട്ടിൽ നിന്ന് പോലും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഇവിടുത്തെ ഓരോ ചടങ്ങുകളും വളരെ കൗതുകം നിറഞ്ഞതാണ്. വൈവിധ്യമാർന്ന സംസ്കാരത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഉൾക്കൊള്ളാനും ആചരിക്കാനും അംഗീകരിക്കാനുമുള്ള ഈ പ്രദേശവാസികളുടെ താല്പര്യം ഒന്നുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകളായിട്ടും ഈ ചടങ്ങുകൾ പൂർവാധികം ശക്തമായി ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യമായി നിലകൊള്ളുന്നത്. ഇനി മറ്റൊരു കാഴ്ചയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.